എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നൊരു പൈനാപ്പിൾ ചിക്കൻ ബിരിയാണിയാണ്. വളരെ ഈസിയായി പഠിക്കാം, വളരെ ടേസ്റ്റിയായി കഴിക്കാം. ചെറിയ ഉരുളിയിലാണ് ഞാൻ ബിരിയാണി തയ്യാറാക്കുന്നത്. 3 സ്പൂൺ വെളിച്ചെണ്ണയിൽ 3 സവാള ചെറുതായി അരിഞ്ഞത്, ഉള്ളി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂണ്, കുറച്ച് കറിവേപ്പില, 2-3 തക്കാളി ചെറുതായി അരിഞ്ഞത്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൂട്ടി യോജിപ്പിച്ച് തക്കാളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ മസാലയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് നന്നായി കൂട്ടി യോജിപ്പിക്കണം. നന്നായി ആ ചിക്കനകത്ത് മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ പുരട്ടിയെടുക്കണം. ഞാൻ 1 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ചെറിയ തീയിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇനി റൈസ് തയ്യാറാക്കാം. 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നേരത്തെ ചതച്ചതിൻ്റെ ബാലൻസ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഈ ചെറിയ അളവിൽ മസാലകളും. റൈസ് ഞാൻ വറ്റിച്ചാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തത്, മല്ലിയില, 1 സ്പൂൺ നെയ്യ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് എടുത്ത് ഇതിൽ ചേർക്കുക. അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും വെന്ത് വരുമ്പോൾ. വെള്ളവും അരിയും നന്നായി തിളച്ചതിന് ശേഷം അരമണിക്കൂർ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കുക. ഇനി ബിരിയാണിക്ക് വേണ്ട പ്രധാന ഐറ്റമാണ് പൈനാപ്പിൾ. പകുതി കട്ട് ചെയ്തിട്ട് ചെറുതായി അരിഞ്ഞ് നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. 1 സ്പൂൺ വെച്ച് ഇങ്ങനെ ചിരണ്ടി എടുത്താലും മതി. ഇത് ഈ വെന്തിരിക്കുന്ന ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ വീണ്ടും നമ്മൾ എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതിനൊരു പ്രത്യേക മണമാണ്. ഈ പൈനാപ്പിൾ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. ബിരിയാണിക്ക് നമ്മൾ പ്രത്യേകിച്ച് എസൻസുകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. അത് നമുക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് മല്ലിയില, വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്തിട്ട് ദമ്മാക്കാം. റൈസ് ഇപ്പോൾ വെന്തിരിക്കുകയാണ്. നമ്മൾ ഒറ്റ ലെയറായിട്ടങ്ങ് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിലേക്ക് റൈസുകളെല്ലാം ഇട്ട് വറുത്ത് വെച്ചിരിക്കുന്ന സവാള, മല്ലിയില, പുതിനയില, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് അടച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മാക്കി എടുക്കണം. പൈനാപ്പിൾ ബിരിയാണി ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ സെർവ് ചെയ്യാൻ പോവുകയാണ്. വളരെ ടേസ്റ്റാണ്. നല്ല സൂപ്പർ ബിരിയാണിയാണ്. നല്ല ഫ്ലേവറാണ്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പൈനാപ്പിളിൻ്റെ മണമൊക്കെ നന്നായിട്ട് ഈ പരിസരം മൊത്തം അടിക്കുന്നുണ്ട്. ഒരുപാട് പൈനാപ്പിൾ ചേർത്തെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. വളരെ ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനൊന്ന് ബിരിയാണി ചെയ്ത് നോക്കിയേ, സൂപ്പറായിരിക്കും.